എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ അടുത്തിടെ നാട്ടിലോട്ട് യാത്ര ചെയ്തിരുന്നു. അപ്പോൾ അതിനു മുന്നേ വീട്ടിൽ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളും യാത്ര ചെയ്ത സമയത്തുള്ള കുറച്ച് ക്ലിപ്പിങ്സുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു മാസത്തോളം നാട്ടിൽ നിൽക്കാം എന്നുള്ള രീതിയിലാണ് പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആദ്യം തന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കബോർഡാണ് എടുത്തത്. അപ്പം ഇതിനകത്ത് കുറച്ച് നാളുകളായിട്ട് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതുകൊണ്ട് ആദ്യം ഇത് തന്നെ അങ്ങ് എടുത്തു. മോൻ്റെ കുറച്ച് സ്കെച്ച് പെൻസിൽസും കുറച്ച് പെയിൻറ്റും കുറച്ച് വയറൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് എടുത്ത് കെട്ടി വയ്ക്കുകയൊക്കെ ചെയ്തു. അതാണ് ആദ്യം ചെയ്തത്. ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോരുന്ന ആഴ്ചയ്ക്ക് മുന്നത്തെ ആഴ്ച തന്നെ ഞാൻ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ, അതായത് പൊട്ടിച്ച് വെച്ചതും കവറ് പൊട്ടിച്ചിട്ട് കുറച്ച് ബാലൻസ് ഉണ്ടാവുമല്ലോ ഉപയോഗിക്കാൻ, വലിയ ബോക്സിനകത്തിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പം ആ ഒരാഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ചയും യൂസ് ചെയ്യുമ്പോഴത്തേക്കും പൊട്ടിച്ച് വെച്ചതൊക്കെ അങ്ങ് തീരുമല്ലോ. പിന്നെ അത് ചീത്തയായി പോവുകയില്ല. അങ്ങനെ വലിയ ബോക്സിലിരുന്നതൊക്കെ ചെറിയ ബോക്സിലൊക്കെ ആക്കി വെച്ചു, എളുപ്പം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പൊട്ടിക്കാതെ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ വലിയ വലിയ ബോക്സിലാക്കി ഞാനങ്ങനെ അങ്ങ് എടുത്ത് പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ചീത്തയാവുമെന്നൊരു പേടിയുണ്ട്, എന്നാലും ഒന്ന് പൊട്ടിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എല്ലാം എടുത്ത് നല്ലോണം അങ്ങ് ബോക്സിലാക്കി വെച്ചേക്കുവാണ്. ഉലുവപ്പൊടിയും പെരുംജീരകപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ അതെല്ലാം ഞാൻ ചീത്തയാക്കി കളയാനും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇരിക്കുന്ന ബോക്സ് തന്നെ വെച്ചിട്ട് നല്ലോണം സെല്ലോ ടേപ്പ് വെച്ചങ്ങ് ഒട്ടിച്ചു വെച്ചു. കാറ്റും അതുപോലെ പ്രാണികളൊന്നും കടക്കാത്ത പോലെ അങ്ങ് ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്തത്. അപ്പം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. മുളക് പൊടിയും പെരുംജീരകപ്പൊടിയും അങ്ങനെ കുറച്ച് അധികമുള്ള പൊടികളൊക്കെ അങ്ങനെ അങ്ങ് ചെയ്തു വെച്ചു. ഇതെല്ലാം ടേപ്പ് ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെറിയ ബോക്സിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോക്സാണ് നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു 2 ആഴ്ചത്തേക്ക് ഞാൻ അതിനനുസരിച്ചാണ് എൻ്റെ മീൽ പ്ലാനിങ്ങും ചെയ്തു വെച്ചിരുന്നത്. ഇത് കറുവാപ്പട്ടയുടെ ഒരു ചെറിയ പാക്കറ്റാണ്. ഞാൻ വളരെ അടുത്തിടയ്ക്കാണ് ഇത് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ 1-2 സ്റ്റിക്ക് മാത്രമേ ഇതിനകത്തൊന്ന് ഉപയോഗിച്ചിട്ടുള്ളായിരുന്നു. എന്തായാലും അതിൻ്റെ ആ ഒരു മണമൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മെഴുകുതിരി ഉപയോഗിച്ച് അതൊന്നും കൂടെ അങ്ങ് സീൽ ചെയ്യുകയാണ് ചെയ്തത്. ഇതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഗോതമ്പ് പൊടി, അതായത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗോതമ്പ് പൊടീൻ്റെ പാക്കറ്റും അങ്ങനെ തന്നെയാണ് ചെയ്തത്. കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതേപോലെ മെഴുകുതിരി ഉപയോഗിച്ച് അങ്ങ് സീൽ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്, ഒട്ടും തന്നെ കാറ്റ് കടക്കാത്ത പോലെ. അപ്പോൾ കുറച്ച് നാളും കൂടെ നന്നായിട്ടിരുന്നുള്ളൂ ഇത്. പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങിയത് അതിൻ്റെ തലേ ദിവസവും അതിന് മുന്നത്തെ ദിവസവും തന്നെയാണ്. ഒരു കയ്യിൽ ഒരു ബാഗും പിന്നെ ഒരു ബാക്ക് പാക്കും അതല്ലാണ്ട് ഒരു സ്യൂട്ട് കേസുമാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരു ദിവസത്തെ യാത്രയേ ഉള്ളൂ, രാത്രി മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വീടെത്തും. അതുകൊണ്ട് ഒരുപാട് ആവശ്യമില്ല സാധനങ്ങൾ, എന്നാലും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തു. ആദ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് ആദ്യം എടുത്തത്. കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഡയപ്പേഴ്സ്, അതുപോലെ ചെറിയൊരു വൈപ്സ്, പിന്നെ ക്ലോത്ത്, അതായത് എക്സ്ട്രാ ജോഡി ഒരു ക്ലോത്ത്, അതേപോലെ കുഞ്ഞിനൊന്ന് പുതയ്ക്കണമെങ്കിൽ ഒരു ചെറിയ ടർക്കി, കിടത്തണമെങ്കിലും, അതായത് ട്രെയിനിൽ കിടത്തണമെങ്കിലും ഒരു പുതപ്പ് വേണമല്ലോ, അതിനൊരു എക്സ്ട്രാ ഒരു ടർക്കി, പിന്നെ സോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബാഗിനകത്തിൽ വെച്ചിരുന്നത്. ഈ ഒരു ബാഗിൽ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അത്യാവശ്യം വേണ്ടിയുള്ള പനിയുടെ മരുന്ന്, അതുപോലെ വയറിന് എന്തെങ്കിലും അസ്വസ്ഥയാവണമെങ്കിൽ അതിനുള്ള മരുന്ന്, ഡോളോ, അത് നമുക്കും കൂടെ ആവശ്യമുള്ള വിക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ബാഗിലാണ് വെച്ചത്. അതൊരു കവറിനകത്തിലാക്കി അങ്ങ് വെച്ച് ചെയ്തു.
പിന്നെ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ഐറ്റംസ്, നമ്മുടെ വാലറ്റ്, അതിനുള്ളിൽ നമ്മുടെ തിരിച്ചറിയൽ കാർഡുകൾ, നമ്മുടെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാഗിൽ. പിന്നെ സാനിറ്ററി പാഡ്സ്, നമുക്ക് അത്യാവശ്യം ഇടാനുള്ള ഒരു മുഖത്തിടാനുള്ള ഒരു എന്തെങ്കിലും ക്രീമോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ചീപ്പ്, ഇതൊക്കെ ഞാൻ ഈ ഒരു ബാഗിനകത്തിലാണ് വെച്ചിരുന്നത്. ഈ ബാഗ് കൂടാതെ ഇനിയൊരു ബാക്ക് പാക്കും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ ടിക്കറ്റും പിന്നെ കുറച്ച് പേഴ്സണൽ ഡോക്യുമെൻറ്റ്സും ഒരു ഫയലിലാക്കി വെച്ചിരുന്നു. പിന്നെ കോവിഡ് സിറ്റുവേഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ സാനിറ്റൈസേഴ്സ്, മാസ്ക്, സ്പ്രേ ടൈപ്പ് സാനിറ്റൈസേഴ്സ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു ബാഗിനകത്തിലാണ് വെച്ചിരുന്നത്. എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മൊബൈലിൻ്റെ ചാർജസൊക്കെ ഇനി ഒരു പൗച്ചിലാക്കിയാണ് ഈ ബാഗിനുള്ളിൽ വെച്ചിരുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ബിസ്ക്കറ്റ്സ്, നമുക്കുള്ള സ്നാക്സ്, അതൊക്കെ ഈ ബാഗിനകത്താണ് വെച്ചിരുന്നത്. കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും വേറൊരു തുണിയുടെ സഞ്ചിയിലാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നത്. അതുകൊണ്ട് അതും കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ട്രെയിൻ ജേണിക്ക് വേണ്ടിയിട്ട് എടുത്തു വച്ചിരുന്നത്. ട്രെയിൻ യാത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ പറയുന്ന പോലെ തിരക്കില്ലായ്കയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ അന്വേഷിച്ചവരൊക്കെ പറഞ്ഞത് തിരക്കൊട്ടും ഇല്ല ട്രെയിനിലെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ സ്ലീപ്പറിനകത്തിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ചെന്നൈയിൽ നിന്ന് വന്ന ട്രെയിനിന്. അതേപോലെ നിറയെ സ്വാമിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സേഫായിട്ട് വരിക, സാനിറ്റൈസറൊക്കെ എടുത്ത് വയ്ക്കുക, എപ്പോഴും കൈ സാനിറ്റൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാനേ ഒക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ സേഫായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങൾ. പോകുന്നതിൻ്റെ തലേദിവസം രാവിലെ തന്നെ ഫ്രിഡ്ജിൻ്റെ റാക്സൊക്കെ എടുത്ത് നല്ലോണം ക്ലീൻ ചെയ്ത് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടെ തുടച്ചാണ് അതിനുള്ളിൽ വെച്ചത്. ഫ്രിഡ്ജിനകം എന്ന് പറയുന്നത് രാവിലെ തന്നെ തുടച്ചിട്ട് തുറന്നിട്ടേക്കുമായിരുന്നു ഒരു 5-6 മണിക്കൂർ. ഒട്ടും തന്നെ ഈർപ്പമില്ലാതെ ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഈ റാക്സൊക്കെ എടുത്ത് വെച്ച് ഫ്രിഡ്ജ് ക്ലോസ് ചെയ്യുവാണ്. സ്വിച്ച്, നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത്രയും നീറ്റായിട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോസ് എടുക്കാനേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. ഭയങ്കര തിരക്കായിപ്പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം ഒന്നുകൂടെയൊക്കെ ഒന്ന് നോക്കി വന്നപ്പോഴത്തേക്കും ടൈം ഒട്ടും കിട്ടിയില്ല. ഭയങ്കര തിരക്കായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സ്റ്റേഷനിൽ തിരക്ക് കുറവായിരുന്നു, പക്ഷേ ട്രെയിനിൽ അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സ്വാമിമാരൊക്കെ നിറയെ പേരുണ്ടായിരുന്നു ആ ഒരു ട്രെയിനിൽ. പിന്നെ അപ്പം ഞങ്ങൾ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ തന്നെ ഒരാൾ കയറിയിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ കയറിയിട്ട് നമ്മളിരിക്കുന്ന സീറ്റ്, കൈവയ്ക്കുന്ന സ്ഥലങ്ങൾ, അതെല്ലാം ഒന്ന് സാനിറ്റൈസ് ചെയ്തു. അതായത് സ്പ്രേ സാനിറ്റൈസർ ഉണ്ടല്ലോ, അത് വെച്ചൊന്ന് സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാവരും കയറിയിരുന്നത്. യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിലിരുന്ന് എടുത്ത കുറച്ച് ക്ലിപ്പിങ്സാണ് ഇതൊക്കെ.
അങ്ങനെ ഞങ്ങൾ രാവിലെയോടുകൂടി വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞ് 7 ദിവസം ക്വാറൻറ്റൈൻ ആയിരുന്നു. അപ്പോൾ ക്വാറൻറ്റൈൻ ഇരിക്കണമെന്നൊന്നും ഞങ്ങളോട് ആരും വിളിച്ച് പറഞ്ഞൊന്നുമില്ല. ഞങ്ങൾ നമ്പറൊക്കെ തിരഞ്ഞു പിടിച്ച് അങ്ങോട്ടാണ് വിളിച്ചത്, ഹെൽത്ത് വർക്കേഴ്സിനൊക്കെ. ഫസ്റ്റ് ഡേ ഞങ്ങൾ വിചാരിച്ചത് ആരെങ്കിലും വരികയോ വിളിക്കുകയോ വല്ലതും ചെയ്യുമെന്നാണ്. പക്ഷെ അങ്ങനൊന്നും ഉണ്ടായില്ല. IRCTCയുടെ സൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അതായത് ഓരോ സംസ്ഥാനത്തിനും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വായിച്ച് കോവിഡ് ജാഗ്രതാ പോർട്ടലിലൊക്കെ ബുക്ക് ചെയ്തിരുന്നു, പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്തിൽ 7 ദിവസത്തെ ക്വാറൻറ്റൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് കൊടുക്കേണ്ടതുമുണ്ട്. അപ്പം അങ്ങനെ ക്വാറൻറ്റൈൻ ഡേയ്സൊക്കെ ഇപ്പോൾ കഴിയാറായി. ഇപ്പോൾ ക്വാറൻറ്റൈൻ ഡേയ്സിൽ ഫുഡും അതേപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നത് എൻ്റെ അമ്മയും അച്ഛനായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇതോടെ കൂടി നിർത്തുകയാണ്. അപ്പോൾ ഇനി ഇതേപോലുള്ള വീഡിയോ ഒക്കെ ഇടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ശരി, ഇനി ഇത് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.